ഹായ്, നമസ്കാരം. ഇപ്പോൾ പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ സ്ക്വാഡ് പ്രഖ്യാപിച്ചു. സ്ക്വാഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സ് പവർഡ് ബൈ കാസറ്റ്. ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഓഡിയോയിൽ വളരെ സന്തോഷിക്കുന്ന രണ്ട് കാര്യം അത് എന്താണെന്ന് വെച്ചാൽ എന്താണ് രോഹിത്തും കോഹ്ലിയും ഒരു വർഷം ശേഷം പിന്നെ എൻ്റെ ഇത് കെട്ടിക്കുന്ന വാർത്ത എന്താ വെച്ചാൽ രോഹിത്ത് ക്യാപ്റ്റനല്ല. എഡിറ്ററിന്റെ സമയം കുറച്ചത് അത് കഴിഞ്ഞിട്ട് എഴുതി കാണിച്ചതും കൂടെ ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ശുഭൻ ഗിൽ ഓഡിയയില്, വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. അല്ലേ? അത് വലിയ കാര്യം തന്നെ. കാരണം ശ്രേയസ് അയ്യർ പോലെ കാലത്തിന് ശേഷം പരിക്കൊക്കെ മാറിയിട്ടാണ് ടീമിലോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ഉള്ളത് രോഹിത് ശർമ്മയുണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, അവസാനിക്കുന്നുള്ള പേടിയുണ്ട്. പിന്നെ അക്സർ പട്ടേൽ, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി. അതിൽ വളരെ ഹാർദിക് ഇഞ്ചേർഡ് ആണെന്നാണ് അറിയുന്നത്. 3 ഫോർമാറ്റിലും കളിക്കുന്ന നിതീഷ് റാണയാണ്. ഹർഷിത് റാണ പിന്നെ പിന്നെ കുൽദീപ് യാദവ് വളരെ മികച്ച ഒരു ജഡേജയില്ല എന്നൊക്കെ പറയാം. ജഡേജയെ പറ്റി നമുക്ക് പിന്നീട് പറയാം. പിന്നെയുള്ള മുഹമ്മദ് സിറാജ്, ഹർഷദീപ് സിംഗ്, പ്രദീപ് കൃഷ്ണ, ധ്രുവ് ജൂറൽ, ജയ്സോളിനെ പിക്ക് ചെയ്ത് വളരെ മികച്ച ഇത് തന്നെയായിരുന്നു. കാരണം പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് കളിക്കുന്നുണ്ട്. ബാക്കി ഒരിടത്ത് കളിക്കില്ല. ഡൽഹിയുടെ മികവ് കണ്ടിട്ട് IPL മികവ് കണ്ടിട്ടാണ് ടെസ്റ്റ് എടുത്തത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ കളിക്കുന്നില്ല. അടുത്ത നമ്മൾ ടെലിന്റെ സ്കോഡ് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്കോഡ് നോക്കാം ആദ്യം പറയാം, പിന്നെ പറയാനിട്ടുണ്ട്. T20 സ്കോഡ് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് T20 സ്കോഡ് നോക്കാം. T20 സ്കോഡ് വെച്ചാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. സൂര്യകുമാർ തന്നെ ക്യാപ്റ്റൻ, അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, തിലക് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ശുഭൻ ദൂബെ, അസ്കർ പട്ടേൽ, ജിതേഷ് ശർമ്മ, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ. ഈ പേര് എടുത്ത് ഉറച്ചു പറഞ്ഞത് കുറച്ച് കോൺട്രവേഴ്സികൾ നമുക്ക് പറയാനുണ്ട്. ജിതേഷ് ശർമ്മയ്ക്ക് എനിക്ക് കോൺട്രവേഴ്സി പറയുന്നില്ല. അത് ബാക്കപ്പ് കീപ്പറാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് ബാക്കപ്പ് കീപ്പർ ആവാതിരിക്കട്ടെ എന്ന് നമ്മുടെ ആവശ്യം. അപ്പൊ നമുക്കത് ODI സ്കൂളിലോട്ട് വരാം. T20 നമുക്ക് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ട്. കാരണം അതിന് വലിയ വ്യത്യാസമില്ല. കാരണം നമുക്ക് ഇത് 2020 പറയാൻ പ്രത്യേകിച്ച് കാരണം ഓൾമോസ്റ്റ് സ്കോർ തന്നെയാണ് നമ്മുടെ ചേഞ്ച് വരുന്നത്. ഹാർദിക് മാറിയില്ല, നിതീഷ് കുമാർ റെഡ്ഡി വന്നു. ജിതേഷ് ശർമ്മ ഒരേ കാര്യം മാത്രമേ പറയാവുള്ളൂ. എന്തിന് സിറാജിനെ റെസ്റ്റിന് കൊടുത്തിട്ട് ഹർഷ് റണ്ണിക്ക് 3 ഫോർമാറ്റിൽ ഏഷ്യൻ കപ്പുകളിൽ ഇന്ത്യ ടൂർ ഓസ്ട്രേലിയ അത് ഏഷ്യൻ കപ്പിൽ എടുത്ത് പറയേണ്ട പെർഫോമൻസ് 22 ഗോളിൽ 50 കൺസീഡ് ചെയ്തു. T20 സ്കോർ നോക്കുകയാണെങ്കിൽ തന്നെ വലിയ വ്യത്യാസം പറയുന്നുണ്ട്. കാരണം നമ്മൾ ഏഷ്യ കപ്പിൽ ഓൾമോസ്റ്റ് ആ സ്കോർ തന്നെയാണ്. ആകെ വ്യത്യാസമുള്ളത് പരിക്കുള്ള ഹർദിക് പരിക്കുള്ള ഹർദിക് പാണ്ഡ്യ, പരിക്കില്ലാതെ നിതീഷ് റെഡ്ഡി പറ്റി സ്വാഭാവികമായിട്ടും
ഇത് വേറെ പ്രത്യേകിച്ചൊന്നും അത് എടുത്ത് പറയാനായിട്ടില്ല. പിന്നെ വരുന്നതാണ് ആരാണ് ബാക്കപ്പ് വിദേശ ശർമ്മയാണോ? അത് വളരെ മികച്ച ചോദ്യത്തിലാണ്. ആരായിരിക്കും വിക്കറ്റ് കീപ്പർ, ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ? പേപ്പർ കളി എന്തായിരിക്കും? കാരണം സൂപ്പർ ഫോർ എക്സ്പെരിമെന്റേഷൻ നമ്മൾ കണ്ടത് അല്ല, കാരണം ഇതിന് സംശയം തോന്നാൻ കാരണം നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റില്ലേ എന്തുകൊണ്ട് സഞ്ജു ഓഡിയോ ടീമിൽ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ ചീഫ് സെലക്ടർ അജിത് അഗർ എന്താണ് പറഞ്ഞത്? രകേഷ് പറയും. ഏഷ്യ കപ്പിന്റെ സമയത്ത് സഞ്ജു ഓപ്പണിംഗ് ആണ് ഇറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ അജിത് അഗാർക്കർ പറഞ്ഞത് സഞ്ജുവിന് ഓപ്പണിംഗ് ഇറക്കാൻ പറ്റത്തില്ല, കാരണം ഗില്ലിനും ജയ്സ്വാളിനും വേണ്ടി ഗില്ലിനും ജയ്സ്വാൾ ഇല്ലാത്തതുകൊണ്ട് പകരമാണ് സഞ്ജുവിന് ഓപ്പണിംഗ് ഇറക്കിയത്. മടിപ്പത് പറ്റാത്തതുകൊണ്ട് സഞ്ജു ഒന്നിക്കും മിഡിൽ ഓർഡറിൽ കളിക്കും എന്ന പുള്ളി അന്ന് പറഞ്ഞു ഏഷ്യ കപ്പ് ഇന്ത്യൻ്റെ സമയത്ത്. ഇപ്പോൾ വൺ ഡേ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് സഞ്ജു എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിച്ചു. സഞ്ജു എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിച്ചപ്പോൾ അജിത് അഗാർക്കർ തന്നെ പറയുന്ന സെയിം ഡയലോഗ്, സഞ്ജു ഒരു ഓപ്പണിംഗ് ബാറ്ററാണ്, സഞ്ജുവിനെ മിഡിൽ നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് മിഡിൽ കളിക്കുന്ന ധ്രുവ് ജുറലിനെ ടീമിലെടുക്കാൻ തീരുമാനിച്ചു. അതേസമയം ഏഷ്യ കപ്പിന്റെ T20 മിഡിൽ ഓർഡറിൽ അവസാനമായിട്ട് സഞ്ജു കളിച്ച വൺ ഡേയുടെ മിഡിൽ ഓർഡറിൽ സഞ്ജുവിന് നന്നായിട്ട് കളിച്ചിട്ടുള്ള സഞ്ജുവിന് നടക്കാൻ സവാളും. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ? സഞ്ജു കളിച്ചിട്ടുള്ളത് 3, 4, 5, 6 പൊസിഷനിലാണ് കളിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പൊസിഷനിൽ 3 കളിയിൽ നിന്നും കൂടി 163 റൺസ്, 54.33 ആവറേജ്. ഒരു ടോപ്പ് സ്കോർ 108 റണ്ണുണ്ട്. ബാക്കി 2 മത്സരത്തിനും കൂടിയാണ് ബാക്കി റൺസ് എടുത്തിട്ടുള്ളത്. അതിൽ കൺസേണുള്ള കാര്യങ്ങൾ 11 4 4 ഇൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ 4ാം സ്ഥാനത്ത് ഒരേ കളി കളിച്ചിട്ടുള്ളൂ, 51 റൺ എടുത്തിട്ടുണ്ട്. 50 ആവറേജ് പറയുന്നില്ല. 5ാമത്തെ പൊസിഷനിൽ 6 തവണ കളിച്ചിട്ടുണ്ട്, 116 റൺസ്, 54 ആവറേജ്, ഹയസ്റ്റ് ആവറേജ് 38. പിന്നീട് പറഞ്ഞ 4ാം സ്ഥാനത്ത് 6ാമത്തെ പൊസിഷനിൽ ഇറങ്ങിയപ്പോൾ അത് പറ്റി 4 കളിയിൽ നിന്നും കൂടെ 180 റണ്ണാണ് എടുത്ത് കൊടുത്താൽ ആവറേജ് ഓഫ് 90 റൺസ്. എങ്ങനെ മിഡിലോട് ബാറ്റല്ലാവും? ഇങ്ങനെ കളിച്ച സഞ്ജു എങ്ങനെ മിഡിലോട് ബാറ്റല്ലാവും? ഇതിന് പകരം എടുത്ത ധ്രുവ് ജൂറലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ലിസ്റ്റേക്ക് പോലും 10 മാച്ചേ കളിച്ചിട്ടുള്ളൂ. ജൂറിൽ അവസാനമായിട്ട് ഒരു ലിസ്റ്റേ മാച്ച് പോലും കളിച്ചു. സഞ്ജുവിന് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ലിസ്റ്റേ അവസാനമായിട്ട് ധ്രുവ് ജോർജ് ലിസ്റ്റേ മാച്ച് കളിച്ചത് പോലും സഞ്ജു അവസാനമായിട്ട് കളിച്ച വൺ ഡേ മാച്ചിന് മുമ്പാണ് കളിച്ചത്. അങ്ങനെ 10 മാച്ചിൽ അതിൽ 7 ഇന്നിങ്സ് ബാറ്റ് ചെയ്തിട്ടുള്ളൂ. അതിലാകെ എടുത്തിട്ടുള്ള 189 റൺസ്. അതൊരു കുഴപ്പമാണ് ഞാൻ പറയുന്നില്ല. അവൻ മിഡിൽ ഓർഡർ ബാറ്ററായിട്ടാണ് കളിച്ചത്. ആകെ 7 ഇന്നിങ്സിൽ 189 റണ്ണുകൾ ഉള്ള ഒരാളാണ്. മെയ്ഡൻ ഇന്ത്യൻ കോളൊപ്പം കൊടുത്തു. അവസാനമായിട്ട് കളിച്ച വൺ ഡേയിൽ നാനത്താച്ച് കിട്ടി, സെഞ്ചുറി അടിച്ച സഞ്ജു. മിഡിൽ ഓർഡർ ബാറ്ററല്ല, മിഡിൽ ഓർഡറിൽ സെഞ്ചുറി അടിച്ച ബാറ്ററാണ് സഞ്ജു. എന്നിട്ടും മിഡിൽ ഓർഡർ ബാറ്ററല്ല, ടോപ്പ് ഓർഡർ ബാറ്ററാണെന്നും പറഞ്ഞ് സ്ക്വാഡിൽ നിന്ന് മറ്റത് ഏതർത്ഥത്തിലാണെന്ന് ഒന്ന് അജിത് അഗാർക്കർ പറഞ്ഞു. ധ്രുവ് ജോർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 4th പൊസിഷനിൽ 5 കളി കളിച്ചിട്ടുണ്ട്, 139 റൺസ്, ആവറേജ് 34, ഹൈ സ്കോർ 70 റണ്ണാണ്. 5th പൊസിഷനിൽ 7 കളിയിൽ നിന്നും കൂടെ 314 റൺസ്, ആവറേജ് 62 ഉണ്ട്. 6th കളിച്ചതിൽ 3 കളിയിൽ നിന്ന് 63 റൺസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് രണ്ടിലും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ്പീരിയൻസ് ഉള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ വൺ ഡേയിലാണെങ്കിൽ ലാസ്റ്റ് മാച്ച് സെഞ്ചുറി, മാൻ ഓഫ് ദ മാച്ച് അതേപോലെ വെച്ച് സൗത്ത് ആഫ്രിക്ക വെച്ച് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറിനെ മാറ്റി ക്യാപ്പ് കൊടുക്കുന്നു. നിർബന്ധമല്ല, കാരണം രാഹുലാണ് ക്യാപ്റ്റൻ, രാഹുലാണ് വിക്കറ്റ് കീപ്പർ. സെക്കൻഡ് കീപ്പർ മാത്രമായിട്ടാണ് ടീമിൽ എടുക്കുന്നത്. എന്നാലും എങ്ങനെ നാഷണൽ ക്യാമ്പിൽ സഞ്ജു ഉണ്ടാവുകയും ഇതിനേക്കാളും ജിതേഷ് ശർമ്മ ജിതേഷ് ശർമ്മ എന്തുകൊണ്ടും സഞ്ജുവിനേക്കാൾ പറ്റുന്ന ജിതേഷ് ശർമ്മ ജൂറിന്റെ അപ്പം ജൂറിനെ നോക്കണം. പിന്നെ ഏകദേശം ജൂറിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജൂറിനെ പറ്റി ഫസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേ നോക്കാൻ പറ്റുള്ളൂ. അതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഒരു കരിയർ ഇപ്പം സഞ്ജുവിൻ്റെ കീഴിൽ ബാക്കപ്പ് കീപ്പറായിരിക്കണം ജിതേഷ് ശർമ്മയ്ക്ക്. എന്തുകൊണ്ട് ജിതേഷ് ശർമ്മയ്ക്ക് ഒരു കോളത്തിൽ ജിതേഷ് ശർമ്മ ആക്ച്വലി സഞ്ജുവിനേക്കാളും ഒരു സീനിയർ പ്ലെയറാണ്. നമുക്ക് കണ്ടാൽ തോന്നുന്നില്ല, നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു അതിശയം തോന്നുന്നത്. പക്ഷേ അല്ല, പുള്ളിക്കാരൻ 2017 ഇവൻ IPL ഒരു മുംബൈ സിൽവർ ചാമ്പ്യനാണ്.
അവിടെ നിന്ന് തുടങ്ങിയതാണ് പുള്ളിയെ അറിയാനൊക്കെ. പുള്ളിയെ വെച്ച് നോക്കുമ്പോൾ പുള്ളി അതിനേക്കാൾ സീനിയർ പ്ലെയർ ആണ്. പുള്ളിക്ക് അതിനേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട് ഡിസ്ട്രിക്ട് ചെയ്തത് ജോർജോറലിനേക്കാളും. ജോർജോറലിനെ കുറ്റമൊന്നും പറയുന്നില്ല, അപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ടെസ്റ്റിൽ. നമ്മൾ പുള്ളിയെ നേരെ ഇതുവരെ ഒരു ഡിസ്ട്രേ മാച്ചിലോ ഒരു 50 ഓവർ മാച്ചിലോ കണ്ടിട്ടില്ല. പിന്നെ ഏത് വഴിക്കാണ് ജോർജോറൽ ഇന്ത്യൻ ടീമിൽ കയറിയത്? ഓടിയതിന് കയറിയത്. എന്തുകൊണ്ട് സഞ്ജുവും ശർമ്മയും കയറുന്നില്ല? അതുപോലെ ഒരിക്കൽ കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ഒരാൾ എന്തുകൊണ്ട് ടീമിൽ തിരിച്ചു വിളിക്കുന്നില്ല? ഇഷാൻ കിഷൻ ഈ പ്രായം ഒരു 200 പഠിച്ചിട്ട് പോയത്, പിന്നെ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ക്ലാസ് കളിച്ച് ഇംഗ്ലണ്ടിൽ പുള്ളിക്കാരൻ നിന്നതുകൊണ്ട് പക്ഷേ പുള്ളിക്കാരൻ ബ്രേക്ക് എടുക്കുന്നു പറഞ്ഞ് മാറി. പിന്നെ പുള്ളിയെ കണ്ടിട്ട് ആ ബ്രേക്കിൻ്റെ സമയം കഴിഞ്ഞു. പുള്ളിക്കാരൻ എവിടെ എടുത്തിട്ടില്ല. ഇതാണ് ആദ്യം ഒരു മാസം ചോദിച്ചത്.